എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ എൻ്റെ. ഒന്നല്ല 3 ഡെലിവറി സ്റ്റോറി എനിക്ക് പറയാനുണ്ട്. കാരണം എനിക്ക് 3 മക്കളാണ്. ഇത് ആദ്യം പറയും, ഒന്നേന്ന് തുടങ്ങണം, ലാസ്റ്റെന്ന് പറയണം. യെസ്, നമുക്ക് ബാഹുബലിയുടെ കഥ പോലെ ലാസ്റ്റ് എന്ന് പറയാം. അതിൻ്റെ എനിക്ക് 27 വയസ്സിലാണ്. അവനെ പ്രഗ്നൻ്റ് ആകുമ്പോൾ 28 വയസ്സാണെന്ന് തോന്നണം. അതായത് മൂത്ത 2 സിസേറിയനായിരുന്നു കേട്ടോ. അതെന്തായിരുന്നു എന്നൊക്കെ നമുക്ക് ഇതിൻ്റെ പുറകെ വിടുന്ന വീഡിയോസിൽ പറയാം. അപ്പോൾ ഇവനെന്ന് പറഞ്ഞാൽ നമ്മുടെ കോവിഡിൻ്റെ ടൈമാണ്. ആ സമയം എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ മൂത്ത 2 പേരുണ്ട്, ഒരു മോനും മോളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വേണ്ട എന്ന പ്ലാനിലായിരുന്നു വീട്ടിൽ വെച്ചത്. എന്നാലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം എല്ലാവരും പറയും നമ്മൾ ഈ പ്രസവം നിർത്തണത് അതിൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ വലിയ പെയിനൊന്നുമില്ല, പക്ഷേ പിന്നീടാണെങ്കിൽ ഭയങ്കര വേദനയായിരിക്കും എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ വരണമെന്ന് പറഞ്ഞാൽ എന്തായാലും ഇതും നമ്മൾ അവിടെ വയറിൻ്റെ അവിടെ കീറിയിട്ടൊക്കെ ഞങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം. പിന്നെ ഞാൻ അപ്പം വേദന തിന്നണം. എന്തായാലും എൻ്റെ വയറ് കീറി തിന്നൂല്ലോ. അപ്പോൾ പിന്നെ അത്രയും വേദന സഹിക്കണ്ടേ എന്തായാലും. അപ്പോൾ എന്തായാലും ഒരാളുടെ ആയിട്ട് നമുക്ക് നിർത്താമെന്ന് പറഞ്ഞിട്ട് പിന്നെ കൺഫ്യൂഷൻ വേണം എന്നാൽ വേണ്ട എന്ന് പുറത്ത് ഒരു മോനും മോളും ഉണ്ടല്ലോ, എന്നാൽ പിന്നെ 2 പേര് തന്നെ മതി എന്നൊരു പ്ലാൻ ഇരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ മൂത്തവർ 2 വയസ്സ് കഴിഞ്ഞു. എനിക്ക് കുടുംബശ്രീയുടെ ലോൺ ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ ലോണ് ഏതെങ്കിലും എടുക്കണ്ടെന്നാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ജോലിക്ക് പോയിട്ട് ഞാനത് അടച്ചു തീർത്തോളാം. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ലോൺ ഉണ്ടായിരുന്നു കോതമംഗലത്തെ. അത് രണ്ടും എന്നോട് ആവുന്നത് പറഞ്ഞതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്യാവശ്യം നമുക്ക് ഗോൾഡും കാര്യങ്ങളൊക്കെ എടുക്കാം, നമ്മളെപ്പോലുള്ളവർക്ക് ഇങ്ങനെയൊക്കെയല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ അത്യാവശ്യം ഈ ലോൺ പാസ്സായി ഒപ്പിട്ട് ഒരാഴ്ച കണ്ട് കഴിഞ്ഞാണ് പൈസ കിട്ടണത് കേട്ടോ. ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയണത്. കാരണം പ്രസവം പോയി നിർത്താൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ അത് കോവിഡിൻ്റെ സമയമായതുകൊണ്ട് അങ്ങനെ എന്തോ നിർത്തി വെച്ചേക്കുവാണ്. ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം അവിടെ ഉള്ളതുകൊണ്ടൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആശാവർക്കനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയമാകുമ്പോൾ പറഞ്ഞേരെ ഞങ്ങൾക്ക് എന്തായാലും നിർത്താൻ പോകണമെന്നൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അയ്യോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു സാധാരണ നമ്മുടെ പിരീഡ്സ് തെറ്റിയിട്ട് ഒരു 5 ദിവസം കൂടി കഴിഞ്ഞാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പം ഇത് ഒരു 30-ാം തീയതി ആയപ്പോൾ തന്നെ എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടോ ഇല്ലയോ. ഞാനങ്ങനെ ഓട്ടിക്കൂടെ പോകുമ്പോൾ ഇത് മാങ്ങയൊക്കെ കിടക്കാറുണ്ട്. എനിക്ക് ഭയങ്കര കൊതി വരും. പിന്നെ ഉപ്പ് സോഡയില്ലേ, അത് കുടിക്കാൻ ഭയങ്കര കൊതി. എനിക്ക് തോന്നുന്നു അന്നൊരു മുസ്ലിംസിൻ്റെ പെരുന്നാളായിരുന്നു. കാരണം അതിന് തൊട്ടപ്പുറത്തൊരു മുസ്ലിം കടയാണ് കേട്ടോ നിൽക്കണേ. ഞാൻ ലേഡീസ് സ്റ്റോറിലാണ്. അപ്പോൾ അവിടെ അപ്പുറത്തെ കട അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇത് പെരുന്നാളായതുകൊണ്ട് അടച്ചിട്ടേക്കണം. അങ്ങനെ എന്ത് പെരുന്നാളെന്ന് ഓർക്കല്ല. എന്നിട്ട് ഞാനൊരു കുപ്പി 2 ദിവസമായിട്ട് എനിക്ക് പ്രഷർ താഴുവാണ്. അപ്പോൾ ഞാനൊരു കുപ്പിയിൽ ഇങ്ങനെ ഉപ്പ് സോഡ എടുത്ത് വെച്ചിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തോ നമുക്കൊരു മനസ്സിൽ തന്നെ ഒരു കാര്യം തോന്നില്ല. അപ്പോൾ ഒരു തൊട്ടപ്പുറം ഒരു ഇതുണ്ട്, മെഡിക്കൽ സ്റ്റോറുണ്ട്. അവിടെ നിന്ന് കിറ്റ് വാങ്ങിയിട്ട് ഉച്ച സമയത്താണ് ഒരു 12 മണിക്ക് സമയത്ത് ഞാൻ അവിടുത്തെ വാഷ്റൂമിൽ ഏറ്റവും മുകളിൽ കയറിയിട്ട് അത് വെച്ച് ഇരുട്ട് പിടിച്ചൊരു വാഷ്റൂമാണ്. അവിടെ പോയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തു. അയ്യോ, ഇത് വെറും മൂത്തവർക്ക് 2 പേർക്കും ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പതുക്കെയാണ് തെളിഞ്ഞു വന്നത്. ഇത് ഇവിടുന്ന് ഒഴിച്ച് അപ്പം തന്നെ 2 റെഡ് ഒറ്റയടിക്ക്. ഭയങ്കര കരയണോ സന്തോഷിക്കണോ, എനിക്ക് തലയിൽ കറങ്ങി. ഞാൻ എങ്ങനെ സ്റ്റെപ്പിറക്കി പോകുന്നതെന്നറിയില്ല. കാരണം ഒന്നാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല 3ാമതൊരാൾ വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ കോവിഡ്, പിന്നെ 2 ലോൺ എടുത്ത് ഞാനായിട്ട് 2 ലോൺ എടുത്ത് തലയിൽ വെച്ചേക്കണം. അങ്ങനെ മൊത്തത്തിലായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഏട്ടാ മനുഷ്യനാണെങ്കിൽ ഞാൻ 5-8 പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കണില്ല. അത് കുറേ കഴിഞ്ഞപ്പോഴേക്കും എന്നെ തിരിച്ച് വിളിച്ചു. എന്തിനാണ് തിരിതിരെ വിളിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും കാണിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനെന്ത് കാണിച്ചു? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സാധനം നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് ആൾക്ക് അയച്ചു കൊടുത്തു. അവിടെ ഇതാണ് ഈ പണ്ടത്തെ ദിയയുടെയോ അല്ലെങ്കിൽ ജുവാൻ്റെയോ കാർഡിൽ പറ്റിക്കാൻ അയച്ചതായിരിക്കും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾ പറ്റിക്കാനൊന്നും അയച്ചതല്ല, ഒറിജിനലാണ്. മര്യാദക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കാൻ പറ്റും. ആദ്യം ഒരു നിമിഷം ഞാൻ വേണ്ടാന്ന് വെക്കാമെന്ന് ചിന്തിച്ചിരുന്നു. കാരണം മൂത്ത സിസേറിയൻ 2 കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ട്.
അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ പിന്നെ ഞാൻ ഒരു സെക്കൻഡ് ഞാനങ്ങ് ചിന്തിച്ചിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. അത് നമ്മുടെ കുഞ്ഞല്ലേ, ഓൾറെഡി ആ കുഞ്ഞിപ്പോൾ എൻ്റെ വയറ്റിലുണ്ട്. ഞാൻ നോക്കി അമ്മയല്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ലോ എന്നൊക്കെ ഭയങ്കര സങ്കടമായിട്ടാണ്. ഇതപ്പം തന്നെ ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ച് തിന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ സ്വയം പറയാം, ബേബി സോറി കേട്ടോ, അമ്മ അറിയാണ്ട് പറഞ്ഞതാണ്, ഇനി ഞങ്ങളും ചിന്തിക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം പറയുമല്ലോ അമ്മമാരെ. ഇത് വൈകിട്ട് ഏട്ടൻ വന്നിട്ട് എൻ്റെ മുഖത്തിട്ട് നോക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ആളെ എന്താ പറയുക, ചുമ്മാ അത് ചിലപ്പോൾ ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറയുമ്പോൾ ഓക്കെ ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വൈകിട്ട് പിറ്റേ ദിവസം വെളുപ്പിലത്തെ ഉണ്ടെന്നല്ല കേട്ടോ, രാവിലെ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു 6:30 ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തു. അതുപോലെ അപ്പം തന്നെ 2 റെഡ് ലൈൻ തെളിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റൊന്നും അല്ല, നല്ല ഒറിജിനലാണെന്ന് പറഞ്ഞു. ആൾ തമാശയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെൻ്റെ അല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല. കാരണം നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുടിയൊക്കെ മൊത്തം പോയി. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു കോവിഡ് ടൈമാണ്, കാരണം 3ാമത്തെ സിസേറിയൻ നമ്മളിവിടെ ചെയ്യത്തില്ല, നിങ്ങൾ 5 മാസം വരെ ഇവിടെ നോക്കുകയുള്ളൂ, അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ 5 മാസം വരെ അവിടെ കണ്ടു. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ നേരത്തെ ആകുമ്പോഴത്തെ വയറിന് പെയിൻ തുടങ്ങും. പെയിൻ തുടങ്ങിക്കഴിഞ്ഞാൽ വയറങ്ങ് ചീർത്ത് ഗ്യാസ് വന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ 5ാം മാസത്തിലോട്ട് അത് ഇവരുടെ തല താഴെയാണ്, ഇടിഞ്ഞാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് 5ാം മാസത്തോട്ട് വയറുവേദന അങ്ങ് തുടങ്ങുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മൂവാറ്റുപുഴയിലേക്ക് റെഫർ ചെയ്തു. ഓക്കെ, അവിടം വരെ മതി, ഇല്ലെങ്കിൽ ബോറടിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. കേട്ടാ, അവിടെ ഇനിയാണ് ടെസ്റ്റോട് ടെസ്റ്റ്. ഓക്കെ.